ഫിസിക്സ് നോട്ട്ബുക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അടുത്തതായി പഠിക്കുന്നത് ബാങ്ക്ഡ് കർവിൽ ഒരു മാക്സിമം പെർമിസിബിൾ സ്പീഡ് വിത്ത് ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തുള്ള ഡെറിവേഷനാണ്. നമ്മൾ നേരത്തെ ചെയ്ത ഡെറിവേഷനിൽ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാതാണ് നമ്മൾ പെർമിസിബിൾ സ്പീഡ് കണ്ടെത്തിയത്. ഒരു ഇന്നർ സൈഡിനെക്കാട്ടിയും ഔട്ടർ സൈഡ് പൊങ്ങിയിരിക്കുക, അതാണ് ബാങ്ക്ഡ് റോഡ്. അത് ആംഗിൾ തീറ്റ. ഇവിടാണ് കാർ ഇരിക്കുന്നെന്നിരിക്കട്ടെ. അന്നേരം ഇതിൻ്റെ വെയിറ്റ് താഴോട്ടാണ്, വെർട്ടിക്കൽ താഴോട്ട്. അതെന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഗ്രാവിറ്റി mg. ഇനി നോക്കിക്കോണം, ഇങ്ങനാണ് കാറ് തിരിയുന്നത്. അന്നേരം ഈ കർവിൻ്റെ സെൻറ്ററാണ് റേഡിയസ് 6. അന്നേരം ഇങ്ങനെ പോകുമ്പം ഇതിൻ്റെ ഫ്രിക്ഷനുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിലോട്ടായിരിക്കും. ഇങ്ങനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അതിനെ നമുക്ക് എഫ് എന്ന് എഴുതാം. എഫ് എന്ന് പറയുന്നത്, ഇനി അത് പറയാം, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത് വെയിറ്റ് mg. അതുപോലെ ഈ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്. ഇൻക്ലൈൻഡ് സർഫസായ റോഡ് പെർപെൻഡിക്കുലർ ടു ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കും. അതാണ് റിയാക്ഷൻ ഫോഴ്സ് R. പിന്നീട് നമുക്ക് ഇതിനെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും വരയ്ക്കാം. നമ്മളിനി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ റിയാക്ഷൻ ഫോഴ്സ് തീറ്റ മേക്ക് ചെയ്യുന്നത് ആംഗിൾ തീറ്റ വിത്ത് വെർട്ടിക്കലാണ്. അതെങ്ങനെയാണ് ആംഗിൾ വരുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ സർഫസിൽ കൂടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. അതാണ് എഫ്. ആ എഫ് എന്ന് പറയുമ്പം നമുക്കറിയാം, ഫ്രിക്ഷൻ ഫോഴ്സ് എഫ് ഈസിക്കൽ ടു കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു റിയാക്ഷൻ ഫോഴ്സ് ആണ്. അല്ലാതെ ഈ ആർ എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഇവിടെ വേണ്ടത് റിയാക്ഷൻ ഫോഴ്സ് R ആണ്. എന്നിട്ട് അടുത്തത് ഇതിൻ്റെ ആംഗിള്. ഇങ്ങനെയാണ് ബാങ്ക്ഡ് റോഡിൻ്റെ ആംഗിള്. ഇത് ഹൊറിസോണ്ടൽ. റിയാക്ഷൻ ഫോഴ്സ് പോകുന്നത് ഇങ്ങനെയാണ്. ഇത് തീറ്റ ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? തീറ്റ തന്നെ ആയിരിക്കും. ഈ ആംഗിളും തീറ്റയാണ്. അതുപോലെ ഇനി നമുക്ക് കമ്പോണൻ്റ് എടുക്കാം. അതായത് ഈ തീറ്റ R മേക്ക് ചെയ്യുന്നത് വെർട്ടിക്കൽ ആയതുകൊണ്ട് അതെന്താവും? R കോസ് തീറ്റ. ഈ R ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ മേക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് സൈൻ കമ്പോണൻറ്റ് R സൈൻ തീറ്റ. അതുപോലെ എഫ് ഹൊറിസോണ്ടലുമായിട്ടാണ് തീറ്റ മേക്ക് ചെയ്യുന്നത്, ഇതതുകൊണ്ട് കോസ് കമ്പോണൻറ്റ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് കോസ് തീറ്റ. അതുപോലെ ഈ എഫ് ഈ സൈഡിലാണ് ഈ എഫ് കിടക്കുന്നത്. ഇത് തീറ്റ മേക്ക് ചെയ്തപ്പം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഫ് കോസ് തീറ്റ കിട്ടി. അതുപോലെ ഇതിന് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്, അത് തീറ്റ മേക്ക് ചെയ്യാത്തത് കൊണ്ട് അത് സൈൻ കമ്പോണൻറ്റ് എഫ് സൈൻ തീറ്റ. ഇതിനകത്തുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത്, ഈ ആർ കോസ് തീറ്റ, അതായത് ഈ ആർ കോസ് തീറ്റ 10 ആണെങ്കിൽ mg പ്ലസ് എഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 10 ആയിരിക്കും. അത് ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമേ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അന്നേരം 10 മൈനസ് 10, ഇതിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ട് 10, ഇതിൻ്റെ ഡയറക്ഷൻ താഴോട്ട്. അന്നേരം 10 മൈനസ് 10 എന്തോ ആവും? 0. ഈ രീതിയിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത സ്റ്റെപ്പ് ഇത് ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്, വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത് എന്താണ്? ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് വെയിറ്റ് mgയും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ എഫ് സൈൻ തീറ്റ ആയിരിക്കും ആർ കോസ് തീറ്റ ബാലൻസ് ചെയ്യുന്നത്.
അതുപോലെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്, എഫ് സി, അത് ഇങ്ങോട്ടായിരിക്കും, സെൻട്രലോട്ടായിരിക്കും. അത് ബാലൻസ് ചെയ്യുന്നതാണ് ആർ സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും. അതായത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ബാലൻസ് ചെയ്യുന്ന രണ്ട് കമ്പോണൻ്റ് ആണ്, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ആർ സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും. ആർ കോസ് തീറ്റ ബാലൻസ് ചെയ്യുന്നത് എം ജിയും എഫ് സൈൻ തീറ്റയും. ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് പോവാം. ഇതാണ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ വരച്ചേക്കുന്നത്. ഇനി ആർ കോസ് തീറ്റ, ആർ കോസ് തീറ്റ നമ്മൾ എഴുതി. ആർ കോസ് തീറ്റ നോക്കിയോ, ഇതിനെ നമുക്ക് ഇത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം, വൈ ആക്സിസിലെ പോസിറ്റീവ്, ഇത് നെഗറ്റീവായിട്ട് എടുക്കാം. അന്നേരം നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം ഇത് പോസിറ്റീവ് ആണല്ലോ, ആർ കോസ് തീറ്റ മൈനസ് ഇത് താഴോട്ടാണ്, മൈനസ് എം ജി മൈനസ് എഫ് സൈൻ തീറ്റ ഈസിക്കൽ ടു 0. കാര്യം എന്ന് വെച്ചാൽ ആർ കോസ് തീറ്റ 10 ആണെങ്കിൽ എം ജി എഫ് സൈൻ തീറ്റ എത്രയാണ്? 10 തന്നെയാണ്. അന്നേരം 10 മൈനസ് 10 ഇത് രണ്ടും കൂടി അന്നേരം 0 വരും. അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാം, എഫ് ഈസിക്കൽ ടു ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു റിയാക്ഷൻ ആണ്. അന്നേരം അടുത്ത സ്റ്റെപ്പിൽ എം ജി അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവാം. അന്നേരം ആർ കോസ് തീറ്റ മൈനസ് എഫിന് ഫ്രിക്ഷൻ ഫോഴ്സിന് മ്യൂ ആർ എന്ന് കൊടുക്കാം, മൈനസ് മ്യൂ ആർ സൈൻ തീറ്റ ഈസിക്കൽ ടു മൈനസ് എം ജി ഈക്വലിൻ്റെ അപ്പുറം പോകുമ്പം പ്ലസ് എം ജി. ഇക്വേഷൻ നമ്പർ 1. അടുത്ത സ്റ്റെപ്പ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് സപ്ലൈ ദി സെൻട്രിപിറ്റൽ ഫോഴ്സ്, അത് എഴുതുക. അടുത്ത സ്റ്റെപ്പ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ആരൊക്കെ വരും? ആർ സൈൻ തീറ്റയും വരും, എഫ് കോസ് തീറ്റ. അന്നേരം ആർ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ, എഫ് കോസ് തീറ്റ ഈസിക്കൽ ടു എം വി സ്ക്വയർ ബൈ ആറ്, റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ 6. ഇനി എഫിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, ആറ് സൈൻ തീറ്റ പ്ലസ് മ്യൂ ആറ് കോസ് തീറ്റ ഈസിക്കൽ ടു എം വി സ്ക്വയർ ബൈ 6. അടുത്ത സ്റ്റെപ്പ് ഡിവൈഡിങ്, അതായത് ഡിവൈഡ് ചെയ്യണം. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 1. അടുത്ത സ്റ്റെപ്പ് ലെഫ്റ്റ് സൈഡ് എടുക്കുക. ആർ സൈൻ തീറ്റ ഇവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്? ആർ കോസ് തീറ്റ, ആർ കോസ് തീറ്റ. അടുത്തത് ഇവിടെ കിടക്കുന്നത് പ്ലസ് മൈനസ് ആർ കോസ് തീറ്റ മൈനസ് മ്യൂ ആർ സൈൻ തീറ്റ ഈസിക്കൽ ടു എം ബി സ്ക്വയർ ബൈ 6 ഡിവൈഡഡ് ബൈ എം ജി. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 ബൈ എം ജി എന്ന് എഴുതാം ഡിവൈഡ് ചെയ്യുമ്പോൾ. അടുത്ത സ്റ്റെപ്പ് ആർ കോസ് തീറ്റ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അന്നേരം അടുത്ത സ്റ്റെപ്പ് വരുന്നതെന്ന് വെച്ചാൽ ഓരോ ടേമിനും ഡിവൈഡ് ചെയ്യുക. ആർ സൈൻ തീറ്റ, ഇനി ആർ കോസ് തീറ്റ വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുക. അന്നേരം അടുത്ത സ്റ്റെപ്പ് ആർ സൈൻ തീറ്റ, ന്യൂമറേറ്ററാണ് ചെയ്യുന്നത്, ആർ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ, ഇവിടെ പ്ലസ് ആണ്, മ്യൂ ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ, ഡിനോമിനേറ്റർ ആർ കോസ് തീറ്റ ബൈ ആർ കോസ് തീറ്റ, ഓരോ ടേമിനും ചെയ്യണം, മൈനസ് മ്യൂ ആർ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ.
ഇവിടെ മേളിലും താഴെയും ചെയ്ത് കഴിഞ്ഞാൽ അത് വെട്ടിപ്പോവും. അതുകൊണ്ട് ഇത് അതേപോലെ അങ്ങ് എഴുതുക. എം വി സ്ക്വയർ ഈ എമ്മും ക്യാൻസലായി. വി സ്ക്വയർ ബൈ ആർ ജി. അടുത്ത സ്റ്റെപ്പ് ഈ ആറും പോയി, ആറും പോയി, ഇവിടെ എല്ലാം ഇങ്ങനെ അങ്ങ് പോവും, ക്യാൻസലായി പോവും. അന്നേരം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ പ്ലസ് ഇവിടെ മ്യൂ മാത്രമേ ഉള്ളൂ. ഈ കോസ് തീറ്റയും ക്യാൻസലാവും, ഈ കോസ് തീറ്റയും ക്യാൻസലാവും. അന്നേരം മ്യൂ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയും പോവും. അന്നേരം എല്ലാം പോകുമ്പം ആറും പോകുമ്പോൾ 1 ആവും. 1 മൈനസ് മ്യൂ ആറും പോയി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ മ്യൂ ടാൻ തീറ്റ ഇസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. അന്നേരം നമുക്ക് വി സ്ക്വയർ ബൈ ആർ ജി ആദ്യം എഴുതാം. വി സ്ക്വയർ ബൈ ആർ ജി ഇസിക്കൽ ടു ഇത് ആദ്യം എഴുതി. ടാൻ തീറ്റ പ്ലസ് മ്യൂവിനെ നമുക്ക് മ്യൂ ആദ്യം എഴുതാം. മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് കാണേണ്ടത് വി സ്ക്വയർ ആണ്. വി സ്ക്വയർ ഈസിക്കൽ ടു ഈ ആർ ജെ മേളിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. വി കാണുമ്പം മാക്സിമം പെർമിസിബിൾ സ്പീഡ് വി കാണുമ്പം എന്ത് ചെയ്യണം? ഇതിൻ്റെ റൂട്ട് എടുക്കുക. റൂട്ട് ഓഫ് ആർ ജി മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഇതാണ് മാക്സിമം പെർമിസിബിൾ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ. ഇതെന്തുകൊണ്ടാണെന്നറിയാം? ആർ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഇവിടം വരെ ചെയ്താലും നമ്മൾ വാല്യൂ ചെയ്ത് കൊടുത്താൽ കിട്ടും. പക്ഷേ ഇതിനെ വെച്ച് നോക്കുമ്പം ഇത് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് എങ്ങനെ കിട്ടി? ഫൈനൽ ഇക്വേഷൻ ഇതിനെക്കാട്ടിയും വളരെ ചെറുതായിട്ട് കിട്ടി. വി സ്ക്വയർ ഈസിക്കൽ ടു ആർ ജി മ്യൂ പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. അതിനുവേണ്ടിയാണ് ആർ കോസ് തീറ്റ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്തത്. അന്നേരം ആദ്യം ശ്രദ്ധിക്കേണ്ടത് റിയാക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ് സർഫസ്. അത് മേക്ക് ചെയ്യുന്നത് വെർട്ടിക്കലായിട്ട് തീറ്റയാണ്. അന്നേരം ആർ കോസ് തീറ്റ വരും. വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആർ സൈൻ തീറ്റ വരും. ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഇങ്ങോട്ടുണ്ട്. അതെന്ന് പറയുന്നത് തീറ്റ മേക്ക് ചെയ്യുന്നത് ഹൊറിസോണ്ടലാണ്, അതുകൊണ്ട് എഫ് കോസ് തീറ്റ. തീറ്റ മേക്ക് ചെയ്യാത്തത് കൊണ്ട് എഫ് സൈൻ തീറ്റ. പിന്നെ വെയിറ്റ് എം ജി. പിന്നീട് ആർ കോസ് തീറ്റ കമ്പോണൻറ്റ് ബാലൻസ് ചെയ്യുന്നത് എം ജിയും എഫ് സൈൻ തീറ്റയാണ്. അത് വെച്ച് ഇക്വേറ്റ് ചെയ്ത് 0 ആയിട്ട്. പിന്നെ ആർ കോസ് തീറ്റയും മൈനസ്, അതായത് എഫ് എന്ന് വെച്ചാൽ മ്യൂ ആർ ആണ്, മൈനസ് മ്യൂ ആർ സൈൻ തീറ്റ കൊടുത്തപ്പോൾ എം ജി കിട്ടി. അടുത്തത് സ്റ്റെപ്പ് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആർ സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും. അത് സെൻട്രിപിറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് അന്നേരം ഇക്വേഷൻ ഇങ്ങനെ വന്ന് ആർ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഈസിക്കൽ എം ബി സ്ക്വയർ ബൈ ആർ. അടുത്ത സ്റ്റെപ്പ് ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 1 ചെയ്യുക. അന്നേരം ഇങ്ങനെ വരും. അന്നേരം ആർ കോസ് തീറ്റ വെച്ച് പിന്നെ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുക. അന്നേരം ഇങ്ങനെ വന്ന് പിന്നെ സോൾവ് ചെയ്തെടുത്ത് അന്നേരം ഫൈനൽ ഇക്വേഷൻ ചെയ്ത് വി എടുക്കുമ്പം ഇങ്ങനെ വന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക.